വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി സാലറി ഒരു 25,000 തൊട്ട് 40,000 രൂപയ്ക്ക് ഇടയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ 40,000 രൂപ വരെ സാലറി കിട്ടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജോബ് വേക്കൻസിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഒരു ജോബിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സാലറി അത്ര കിട്ടും അല്ലെങ്കിൽ ആ ഒരു സാലറി നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്ന ജോബിൻ്റെ പോസ്റ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, പേഴ്സണൽ സെക്രട്ടറി എന്നാണ് ഇതിൻ്റെ ജോബിൻ്റെ പേര് വരുന്നത്. നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ പേഴ്സണൽ സെക്രട്ടറിയിലേക്ക് ഒരു ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ഇത് ഫുൾ ടൈം ആണ്. നമുക്ക് ഡേ ഷിഫ്റ്റിംഗും ഉണ്ട്, നൈറ്റ് ഷിഫ്റ്റിംഗും ഉണ്ട്. അപ്പം പെർമനൻ്റ് ആണ്. ഫ്രഷേഴ്സിന് ആണെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പം താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്ത് നോക്കുക. ജോബിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ അഡ്രസ്സ് ഞാനിവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് നോക്കിയിട്ടും ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് കണ്ടെത്താവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ലിങ്കിൽ ചിലർ പറയുന്നുണ്ട് ലിങ്ക് നോക്കിയിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഇൻനീഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ പറയുന്ന ആ ഒരു ജോബിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ വഴിയാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്ത് നോക്കുക. പിന്നെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറയുന്നുണ്ട്, ഞാൻ പറയുന്ന സ്ഥാപനത്തെ കോൺടാക്റ്റ് ചെയ്യാനുള്ള അഡ്രസ്സും അതുപോലെ തന്നെ ലിങ്കും എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ നോക്കി അന്വേഷിച്ചിട്ട് ഉറപ്പ് വരുത്തി മാത്രം എന്ത് ചെയ്യാവുള്ളൂ, അപ്ലൈ ചെയ്യാവുള്ളൂ. ഞാൻ ജസ്റ്റ് ഇൻഫർമേഷൻ തരുവാണ്. ഇങ്ങനെ ഒരിടത്ത് വേക്കൻസി ഉണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യുമെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വേണം നിങ്ങളുടേതായ രീതിയിൽ അന്വേഷണമൊക്കെ നടത്തി ഉറപ്പ് വരുത്തി മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, ജോയിൻ ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഞാൻ ഷെയർ ചെയ്താൻ പോകുന്നത് പേഴ്സണൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ജോബ് പോസ്റ്റാണ്. ഫീമെയിൽസിനാണ് ഒരു പ്രിഫർ ചെയ്യുന്നത്. എന്നാലും നിങ്ങൾക്ക് താല്പര്യമുള്ള ഫീമെയിൽസ് ആയിട്ടുള്ളവർക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാം. അപ്പോൾ പേയ്മെൻറ്റ് സാലറി വരിക 25,000-നും 40,000-നും ഇടയ്ക്കാണ്. ജോബ് ടൈപ്പ് പെർമനൻ്റ് ആയിരിക്കും. ഫുൾ ടൈം ജോബാണ്. ഫ്രഷേഴ്സിനും ഇതിന് അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡേ ഷിഫ്റ്റും നൈറ്റ് ഷിഫ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണേലും അപ്ലൈ ചെയ്യാം. കൊച്ചിയിലാണ് ജോബ് വേക്കൻസി വരുന്നത്. അപ്പം കൊച്ചിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാം. ഇതിന് കൂടാതെ ഇവർ നമുക്ക് കുറേ ബെനഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെയ്ഡ് സിക്ക് ടൈം നമ്മൾ ടൈമിലൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, പേയ്മെൻറ്റ് തരുന്നുണ്ട്. സെൽഫോൺ റിവിഷ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സെൽഫോൺ നമുക്ക് യൂസ് ചെയ്യാം. വർക്ക് ഫ്രം ഹോമാണ്. നമുക്ക് വീട്ടിലിരുന്നിട്ട് വേണമെങ്കിലും വർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് ഒരു ജോബിന് വേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് അവർ പറയുന്നുണ്ട്. എക്സിക്യൂട്ടീവ് സപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പേഴ്സണൽ സെക്രട്ടറി ആകുമ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക. പ്രൊവൈഡ് ഹൈ ലെവൽ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് ടു എക്സിക്യൂട്ടീവ്സ്, മാനേജ് കലണ്ടർ, ട്രാവൽ അറേഞ്ച്മെൻറ്റ് ആൻഡ് കറസ്പോണ്ടിങ്. അപ്പം നമ്മൾ എക്സിക്യൂട്ടീവ് സപ്പോർട്ട് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഹൈ ലെവലായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവിന് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ട്രാവലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ മാനേജിങ് കലണ്ടർ, നമ്മൾ നമ്മുടെ ഓരോ ഡേ ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. പിന്നെ ട്രാവലിംഗ് കോർഡിനേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണം, മീറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. പിന്നെ മീറ്റിംഗ് ആൻഡ് ഈവൻറ്റ് മാനേജ്മെൻറ്റ്. അപ്പം നമുക്ക് കമ്പനിയുടെ മീറ്റിങ്ങോ എന്തെങ്കിലും പ്രോഗ്രാമുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യണം, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ അതാത് സമയത്ത് കാര്യങ്ങളൊക്കെ അവരെ റിപ്പോർട്ട് ചെയ്യിക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷൻസ്, നമ്മൾ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഡോക്യുമെൻറ്റ് മാനേജ്മെൻറ്റ്, നമ്മൾ കമ്പനിയിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ ഡേ ബൈ വരുന്ന ഫയൽസ് ഡേറ്റാസും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. അതുപോലെ തന്നെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി. അപ്പോൾ നമ്മൾ ഹൈ ലെവലിലുള്ള ഫ്ലെക്സിബിലിറ്റി
നമ്മൾ ടൈം ആയിക്കോട്ടെ അല്ലെങ്കിൽ ജോബിൻ്റെ വർക്ക് ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് രീതിയിൽ മാനേജ് ചെയ്യുക. പിന്നെ ഇതിന് പറഞ്ഞിരിക്കുന്നത് റിമോട്ട് സപ്പോർട്ട് എന്ന് വെച്ച് പ്രൊവൈഡ് റിമോട്ട് സപ്പോർട്ട് വെൻ എക്സിക്യൂട്ടീവ്സ് ആർ ഓൺ ദ മൂവ് എൻഷുറിങ് കണ്ടിന്യൂസ് കണക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പം റിമോട്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ആൾക്കാർ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, അവരെന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടുന്ന മോറൽ സപ്പോർട്ട് കൊടുക്കുക. പിന്നെ ഉള്ളത് ഈ ഒരു ജോബിന് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഉള്ള ഒരു മുൻപരിചയം ഉണ്ടായിരിക്കണം. വില്ലിങ്സ് ടു ട്രാവൽ എക്സ്റ്റെൻസലി ക്രോസ് ഇൻ ഇന്ത്യ. നമ്മൾ എന്താണ് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ഇന്ത്യയിലോ പുറത്തോ ട്രാവൽ ചെയ്യാനായിട്ട് എപ്പോഴും വില്ലിങ് ആയിരിക്കണം. എക്സലൻറ്റ് ഓർഗനൈസേഷൻ ആൻഡ് മൾട്ടി ടാസ്കിങ് സ്കില്ല്. അപ്പം നമുക്ക് ഓർഗനൈസേഷൻ ചെയ്യാനുള്ളതും അതുപോലെ തന്നെ മൾട്ടി ടാസ്ക് ചെയ്യാനായിട്ടുള്ള സ്കിൽസൊക്കെ ഉണ്ടായിരിക്കണം. സ്ട്രോങ് റൈറ്റൻ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി. അപ്പം നമുക്ക് നല്ല രീതിയിൽ എഴുതാനും വായിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. പ്രൊഫിഷ്യൻസി ഇൻ യൂസിങ് ഓഫീസ് സോഫ്റ്റ്വെയർ ടൂൾസ് ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ശീലങ്ങളുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മാനേജ് ചെയ്യുക, ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ എന്താണ് ട്രാവൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ടൂർ ഇപ്പോൾ സ്കൂളിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ടൂർ പോകുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തില്ലേ, ഇന്ന സമയം ഏത് ബസ് എവിടെ ഹോട്ടൽ എവിടെ താമസിക്കണം, അങ്ങനത്തെ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി എല്ലാം ചെയ്തില്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു ഓർഗനൈസേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ട്രാവൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്താണ് എബിലിറ്റി ടു മെയിൻറ്റെയിനിങ് കോൺഫിഡൻ്റ്ലി ആൻഡ് ഹാൻഡിൽ സെൻസിറ്റീവ് ഇൻഫർമേഷൻ. അപ്പം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നല്ല കോൺഫിഡൻസോട് കൂടി അതുപോലെ തന്നെ കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുകയൊക്കെ വേണം. പിന്നെ ഹൈ ലെവൽ അഡാപ്റ്റബിലിറ്റി ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഹൈ പ്രഷർ സിറ്റുവേഷൻ. അപ്പം നല്ല എന്താണ് പറയുന്നത്, ഏത് ഹൈ ആയിട്ടുള്ള പ്രഷർ ഉണ്ടാകുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മളെ പ്രകോപിപ്പിക്കുന്ന ഏത് സിറ്റുവേഷൻ ഉണ്ടായാലും അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിനോ കമ്പനിയിലെ ആൾക്കാർക്കോ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ എന്തൊരു പ്രശ്നം വന്നാലും കൈകാര്യം ചെയ്യാനായിട്ടുള്ള പ്രാപ്തി ഉണ്ടായിരിക്കണം. അതാണ് അവർ പറയുന്നത്. പിന്നെ അവർ എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് അവരൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഈ ഒരു എന്താണ് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. നിങ്ങളിപ്പം കൊമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് അല്ല, അവരുടെ അഡ്രസ്സ് ഞാൻ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ജോബിൻ്റെ ഡീറ്റെയിൽസ് അറിയാനുള്ള ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം സാലറി 25,000 രൂപയാണ് സ്റ്റാർട്ടിങ് വരിക. പിന്നെ നമുക്കത് ഇൻക്രീസ് ചെയ്ത് കിട്ടും. അതോർത്ത് പേടിക്കേണ്ട കാര്യമില്ല. അപ്പം താല്പര്യമുള്ളവരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ജോബിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.